നല്ലതുപോലെ നനച്ചോ ആവിതേ, ഇല്ലെങ്കിൽ ഉണങ്ങിക്കരിയാൻ ഒരു ദിവസം വേണ്ട. അത്രയ്ക്കാ മീനച്ചൂട്. രാവിലെയും വൈകിട്ടും മോന്തിക്കും എല്ലാം നനക്കണ കൗസല്ലേ, എന്നിട്ടും കുലയ്ക്കണ മട്ടില്ല. അതെങ്ങനെയാ? കുലയ്ക്കണമെന്ന് നോക്കിയിരുന്നാ നോക്കിയിരിക്കേയുള്ളൂ. വേഗം നനച്ചിട്ട് ഒപ്പമോ? ഞാനും വരണോ കൗസു? വരണം. ഒറ്റയ്ക്കാണെങ്കിൽ ആ ഞൊണ്ടിവാസു വഴിയിലെങ്ങാനും പിടിച്ചു നിർത്തും സംസാരിക്കാൻ. നീയും വാ. പോകാം. നനച്ചു കഴിഞ്ഞോ? മതി, വാ. റിസൾട്ട് അറിയുന്ന നോക്കി പേടിച്ചിരിക്കേ രവി. അതാ എഴുത്തൊന്നുമില്ലാത്ത. മുമ്പൊക്കെ ഒരാഴ്ചയില് 10 എണ്ണം വരെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കൊടവരിക്കണം. പുതിയ പോസ്റ്റോ വന്നേ പിന്നെ രവിയുടെ എഴുത്തൊന്നും ഇല്ലാത്ത ഒരു ശകുനം കേട്ടോ. എവിടെടാ നമ്മുടെ വാസുവണ്ണേ? എണ്ണിറങ്ങിയ കാര്യം അണ്ണൻ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇതിലെ വരുമ്പോ കാലൊക്കെ പെരക്കണ കൗസല്ലേ. നിന്നെ എന്താ അവരെങ്ങനെ പിടിച്ചു തിന്നു? വെറുതെ നടവനെ. ഞൊണ്ടി ബസിന്റെ ചിങ്കിടിയാ പോകാൻ ന്യൂസ് കൊടുക്കാൻ. ഇനി വഴിയിലെങ്ങനെ വന്നിരിക്കാൻ ഞൊണ്ടി. അണ്ണോ, വാസുവണ്ണോ, അണ്ണന്റെ പെണ്ണ് കുമാർ ഇറങ്ങിയിട്ടുണ്ട്. ഓ,
അത് നേരത്തെ പറഞ്ഞിരുന്നതാ അഗസ്റ്റി. മുതല് ഞാൻ ചോദിക്കുന്നില്ല. കാലത്തെയും വൈകിട്ടും വഞ്ചി കയറി ഇക്കരെ വരുന്നത് പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച ഇനി അവധി ഞാൻ കേൾക്കൂല. ഞാനേ കൗസല്യം ഒന്ന് കണ്ടേച്ചു വരാം. വാടാ ഉച്ചാപ്പി. ഇത് വായിച്ചു തീർക്കാൻ ഒരുപാട് ദിവസം എടുത്തുവല്ലോ. നേരം വേണ്ടേ? ആ, മുസ്ലിം കഥ വല്ലതുണ്ടോ ഇതിനൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ? ബാല്യകാല സഹി തരട്ടെ, ബഷീറിന്റെ. ഓ, അത് പഴഞ്ചനല്ലേ? പുതിയ കോപ്പിയുണ്ട്. എന്നത്താ? നിങ്ങൾ എന്നാ വാസുണ്ണ ഈ മുക്കിലും മൂലയിൽ നിന്ന് സമയം കളയുന്നത്? വെച്ചുകൊണ്ടിരിക്കാതെ അങ്ങ് നടത്തരുതോ? ഏടുപിടിന്ന് കെട്ടിയിട്ട് കാര്യമില്ല യൂസുഫേ. കുറെ കാലം കൂടി മോഹിച്ച് നടക്കട്ടെ. സ്നേഹിച്ച് കിട്ടുന്നതാണ് എപ്പോഴും നല്ലത്. എടാ ഉച്ചാപ്പി, ആ ആബിദ പെണ്ണുണ്ടോ കൂടെ? എന്നാലേ യൂസുഫേ 2 വലിയ ഗ്ലാസ്സിൽ സർവത്ത് കലക്കി വെച്ചോ. ചൂട് കാലമല്ലേ, നല്ല ദാഹം കാണും. ഇന്ന് പെണ്ണങ്ങാനും ഒന്ന് സംസാരിച്ച ഈ കവലയിലുള്ളവർക്കൊക്കെ കള്ള. വാസുണ്ണന്റെ വക. അതിന് അവര് സംസാരിക്കാറുണ്ടല്ലോ. എവിടെ? അവള് കോളേജിൽ പഠിച്ച പെണ്ണല്ലേ, അവക്ക് എങ്ങനെ പിടിക്കാനാ വാസുണ്ണന്? അതൊന്നും പറയണ്ട. ഞൊണ്ടിയാണേലും നമ്മുടെ വാസുണ്ണൻ സുന്ദരനാ. എന്നാടാ? എടാ കൊച്ചാപ്പി, നീ ഒന്ന് പോയി നോക്ക്. അവരെന്നെയും കാത്ത് അവിടെ എങ്ങാനും നിൽക്കുന്നുണ്ടാവും. ആ. രവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യകാരനായി ബഷീർ. ഞാൻ വായിച്ചതാ. ആബിദയ്ക്ക് വേണ്ടി എടുത്തേ ഉള്ളൂ. നമുക്ക് ചെറുവരമ്പ് ചുറ്റി പോകാൻ കൗസല്യേ. ഒത്തിരി നടക്കണ്ടേ? കവലക്കുടി നടക്കുമ്പോ കാല് പെരുക്കണ പോലെ. നമുക്ക് ഈ വഴി പോകാം. ശരിപ്പോ. പാവൻ ഞൊണ്ടിവാസു അവിടെങ്ങാനും കാത്തു നിന്ന് ബേജാറാവണുണ്ടായിരിക്കും. എടി, നിന്റെ സൂത്രം പിടികിട്ടി. എന്ത്? മലയിറങ്ങി ആരാനും വന്നിട്ടുണ്ടോ നോക്കാനല്ലേ നീ ഈ വഴി വന്നത്? അല്ല, ആണ്. കിടന്ന് പെടുക്കാതെ പെണ്ണേ. ഇനിയിട്ട് മഴയ്ക്ക് മുമ്പ് വരുമല്ലോ. വരുമോ കൗസല്യേ? നീയല്ലേ ഇന്നാള് പറഞ്ഞത് ഇനിയിട്ട് മഴയ്ക്ക് മുമ്പ് വരുമെന്ന്? ഞാൻ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാലും വരുമായിരിക്കും അവിടെ. വരാണ്ടിരിക്കില്ല. വാ. വാസുണ്ണ, അവര് മറ്റേ വഴിയെ പോയി. പയ്യെ പറയടാ. അവര് അപ്പുറത്തെങ്ങാനും മാറി നിന്ന് സംസാരിക്കാൻ വേണ്ടിയായിരിക്കും. ഞാൻ സൈക്കിൾ എങ്ങനെ ഇടുന്നേ കൊണ്ട് പാടാം. ഞാൻ രവിക്ക് എഴുതുന്നുണ്ട്. പുതുമഴയുടെ മണം പരക്കുമ്പോൾ മലയിറങ്ങി വരാനിരിക്കുന്ന എന്റെ അബിതാക്കുട്ടിയുടെ മണിമാരനെ കുറിച്ചൊരു കഥ എഴുതാൻ. എഴുതുമോ കൗസല്യേ? ഞാൻ പറഞ്ഞില്ലേ ഞൊണ്ടി വരുമെന്ന്. എവിടെ? പഠിപ്പൊക്കെ നിർത്തിയെന്ന് അറിഞ്ഞു. നേരാണോ? മൊയ്യമാവ വീട്ടിലുണ്ടോ ആവിനെ? ഉപ്പാപ്പ മോന്തിക്കേ വരൂ. ഞാൻ അന്വേഷിച്ചു എന്ന് പറ. വാസു ഇനിയും വരും ഒരു 4-5 പ്രാവശ്യമെങ്കിലും. നമുക്കൊന്ന് പറ്റിക്കാം. നീ വാ, എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. ഞാനൊന്ന് തൊഴുതിട്ട് വരട്ടെ. അവിടെ എവിടെ നിൽക്കേ. സലാം. ഞങ്ങൾ ബാവക്കാനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പറയുന്നുകൊണ്ട് ബാവക്കാക്ക് വിഷമമൊന്നും തോന്നരുത്. വലിയ കുഴപ്പമുള്ള കാര്യമൊന്നും അല്ല. വിഷമം കൊണ്ടൊന്നും പ്രവർത്തിക്കരുത്. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. നമുക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കാം. കാര്യം എന്താ?
ഈ നാട്ടില് സന്യാസിയെ പോലെ ഒരുത്തൻ വന്നിട്ട് കുറച്ചു നാളായി. നമ്മുടെ പുഴക്കരയില് അവന് ഈയിടെ ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ട്. ആരാണെന്ന് അറിയാമോ? ആവിതക്കുട്ടി. എന്നാ ഞങ്ങൾ പോട്ടെ. വരട്ടെ. ബാവക്ക ഈ വിവരം അറിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നത് ശരിയല്ല. ഞാനെന്താ വേണ്ടേ? അവളോടൊന്ന് പറയണം. ഞാൻ പറഞ്ഞിട്ടാണ് അവൻ ഈ നാട്ടിൽ വന്നത്. ഞാൻ പറഞ്ഞിട്ടാണ് ആബിദ അവന്റെ അടുത്ത് പോയത്. ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ മോള് പിഴച്ചത്, ആബിദാനെ പെറ്റത്. ഇതൊക്കെ ഒരുവൻ മോളിലിരുന്ന് ചരട് വലിച്ച് കളിക്കുന്നതാ. അവൻ കളിക്കട്ടെ, മതിയാവണം കളിക്കട്ടെ. നിങ്ങൾക്കൊക്കെ എന്താ? ഇയാൾ എന്തൊരു മനുഷ്യനാ. അങ്ങേർക്ക് ദണ്ണമില്ലെങ്കിലും നമുക്ക് ദണ്ണുണ്ടാ കൊച്ചാപ്പി. ഊരും പേരും ജാതി ഒന്നും ഇല്ലാത്ത ഒരുത്തൻ നമ്മുടെ നാട്ടിൽ വന്നൊരു പെണ്ണിനെ കൊണ്ടുപോകാന്ന് വെച്ചാൽ നമ്മൾ സമ്മതിക്കുവോ? ഊരും പേരും പൊക്കോട്ടെ, ജാതി ഞാൻ കണ്ടുപിടിച്ചോളാം. എങ്ങനെ? അത് ഞാൻ ഏറ്റു. ഏ? വേണ്ട, ഇരുന്നോ, ഞാനും ഇരിക്കാം. ഒന്ന് പരിചയപ്പെടാലോ എന്ന് കരുതി വന്നതാ. മുമ്പും ഞാനിവിടെ വന്നിട്ടുണ്ട്, പണ്ട്. അന്നും ഇതുപോലൊരാൾ ഇവിടെ തീരടുത്തിരുന്നു. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളിവിടെ വരരുത്, എന്റെ മോളെ കാണരുത്. അന്ന് അയാള് സിഗരറ്റ് നീട്ടിയിട്ട് പറഞ്ഞു, ബാവേ ഇത് വലിക്കണം. ഇന്ന് നിങ്ങൾ എന്തിനാ എന്നെ കണ്ടപ്പോ സിഗരറ്റ് മാറ്റുന്നത്? ഒരെണ്ണ എനിക്കെന്താ, ഞാനും വലിക്കാം. ആ, മേല, ആരോടും ഒന്നും ചെയ്യാൻ മേല. എനിക്കുണ്ടായിരുന്നതെല്ലാം ഞാൻ ഈ പള്ളിക്ക് കൊടുത്തുപോയി. ഈ മണ്ണില് പുഴുവിനെ പോലെ കിടക്കണത് എന്തിനാ? മണ്ണും അതിനടിയും മരിച്ചുപോയവർക്കുള്ളതാ. നമ്മളൊക്കെ അതിന് മുകളിലുള്ളവരാ. ഇവിടെ എന്തെങ്കിലും ചെയ്യണതിന് നമുക്ക് ആരുടെയും അനുവാദവും ഒന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ പുരയിൽ വന്ന് കിടക്കണമെങ്കിൽ എന്റെ അനുവാദം വേണ്ട. പറഞ്ഞത് മനസ്സിലായ? അതല്ല, പുഴുവിനെ പോലെ കിടക്കാനാണ് ആശയെങ്കിൽ കിടന്നോ. പക്ഷേ നിങ്ങൾ എന്റെ ആബിദാന്റെ മനസ്സ് മാത്രം വേദനിപ്പിക്കരുത്. അവള് പാവമാണ്. അത് പറയാനാ വന്നത്. എന്നാടാ? അവിതേ, അവിതേ, കഴിഞ്ഞോ? ഞാൻ വരുന്നു.
കാക്ക? എന്ത് സുന്ദരിയായിരിക്കുന്നു ആവിതക്കുട്ടി. വേണ്ട, എനിക്ക് എന്റെ പഴയ ആബിദക്കുട്ടിയെ മതി. ഇതാരാ കാക്ക? ഇതാരാന്ന്? പറയട്ടെ. മൊയ്തീൻ ബാവ നോണ എന്ന് പറയട്ടെ. ആരാണ്? ആബിദയുടെ ബാപ്പ. പാവം ബാപ്പ. ഇങ്ങനെ കാരണമല്ലേ എനിക്ക് ആബിദ കിട്ടിയത്. കളഞ്ഞാകട്ടെ. കൗസുനെ കാണണം. ഞാൻ പോട്ടെ കാക്ക. പോയിട്ടോ. ഞാൻ പോയി ചോട്ടെ. കൊടിയെടുക്കുന്നില്ല ഏട്ടാ? വേണ്ട, വെയിലല്ലേ? സാരമില്ല. എന്താ? ഞാൻ രവികുമാറിനെ ഒന്ന് കാണാൻ വന്നത്. ഞാനാ രവി. എന്താ? കാവുംകാട്ടിന്ന് വരുവാ. കൗസല്യയുടെ ചേട്ടന്. ഓ ശിവൻ, വാ കേറ്.
എന്തുണ്ട് കൗസല്യയുടെ വിശേഷങ്ങൾ? സുഖമല്ലേ? അതെ. കല്യാണമൊക്കെ കഴിഞ്ഞു? ഇല്ല. പറ, വന്ന കാര്യം പറ. ഓ, ഒന്നുമില്ല. അവൾ എപ്പോഴും പറയുമായിരുന്നു രവിയുടെ കാര്യം. വന്ന് കണ്ടപ്പോഴാ സമാധാനമായത്. അതെന്താ? ഉള്ള കൂട് തന്നെ നല്ലത്. എത്താത്ത കൊമ്പത്ത് കൂട് കൂട്ടിയിട്ട് കാര്യമില്ല. ഞങ്ങൾ കോളേജിൽ ഫ്രണ്ട്സൊക്കെയായിരുന്നു. ഒരുപാട് തമാശകളൊക്കെ പറയും. കോളേജ് കഴിഞ്ഞ് എഴുത്തിലൂടായിരുന്നു തമാശ. ഒരു രസം. തമാശാണോ കാര്യമാണോ എന്ന് ഒന്ന് അന്വേഷണേ ഉള്ളൂ. എന്നാ ഇനി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ മതി. അടുത്ത വണ്ടിക്ക് ഞാൻ പോയിക്കോളാം. പോകാൻ വരട്ടെ. പരിചയപ്പെട്ട സന്തോഷമല്ലേ? നമുക്കൊന്ന് കൂടാം. ശിവനൊന്നും അത്ര കരുവായി എടുക്കരുത്. ഞാനത് അപ്പോഴേ മറന്നു. നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമുക്ക് നമ്മുടെ കാര്യമാ വലുത്, അല്ലേ? അതെ. ശിവൻ ഇന്ന് തന്നെ പോണമെന്നുണ്ടോ? അയ്യോ, എനിക്ക് ഇന്ന് തന്നെ പോണം. ഇന്നിവിടെ കൂടാമെന്നേ ഒരു ജോളി. വീട്ടില് കൗസല്യ ഒറ്റക്കല്ലേ ഉള്ളൂ. കൗസല്യെ കൂടെ കൊണ്ടുവരാമായിരുന്നു. ഇവരാരും കണ്ടിട്ടില്ല. അതെ, ഒരിക്കലൊന്ന് വാ, രണ്ടുപേരും കൂടി. കുടിയേ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. കേട്ടോ ശിവൻ, വേണമെന്ന് വെച്ചാ ഈ കല്യാണം ഒക്കെ നടക്കും. രവി എപ്പോഴും പറയും പെണ്ണുങ്ങളെ ടെസ്റ്റ് ചെയ്ത് നോക്കിയേ കല്യാണം കഴിക്കാവുന്നു. കൗസല്യ പഠിത്തം നിർത്തി കളഞ്ഞതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ ശിവനിന് പോകാൻ ബസ് കിട്ടുമോ? കിട്ടും. അല്ലെങ്കിൽ കാർ എടുത്ത് പോകാം. 10,000-15,000 ചോദിച്ചാ രവി പുല്ല് പോലെ തരും. ശിവൻ എന്ന് കൊണ്ടുവരുമെന്ന് പറ. എന്താ ഒന്നും പറയാത്തത്? രവി വരട്ടെ, പറയാം. ഇവര് പറഞ്ഞു കൗസല്യെ കൊണ്ടുവന്നാൽ 10,000 രൂപ വരെ തരാം. നേരാണ്. അല്ല, എനിക്ക് വലിയ ഇഷ്ടമാണെങ്കിൽ